ബഹുമാനപ്പെട്ട ശാഫി മദ്ഹബിലെ ഉലമാക്കൾ പ്രാബല്യത്തിലെടുത്തത് ഷാഫി ഇമാം ഇതിനെ തഈദ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ റക്അത്തുകളിലും ഇമാം ഓതണം, മഅ്മൂമികളും ഓതണം. അതുപോലെ ആരെല്ലാം മസ്ബൂഖ് അല്ല, പിന്തുടർന്നതാകുന്ന ആള്, അവനെ സംബന്ധിച്ചിടത്തോളം ഇമാം റുകൂഇലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഓടി വന്ന് കൈകെട്ടി പെട്ടെന്ന് റുകൂഇലേക്ക് പോവുകയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിയത്ത് വെച്ച് വേഗം കൈകെട്ടി ഇമാം റുകൂഇലേക്ക് പോയി ആ റക്അത്ത് കിട്ടാൻ വേണ്ടി വേഗം എന്ത് ചെയ്യാൻ, ഇമാമിനോടൊപ്പം എത്തിക്കാൻ വേണ്ടി അല്പനേരം കിട്ടിയവനായിരുന്നാൽ പോലും വേഗം റുകൂഇലേക്ക് പോകുന്നു. ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, പ്രശ്നമില്ല അവന്. കാരണം ഇമാം അവന്റെ ഫാത്തിഹ വഹിക്കും. ഇതാണ് ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അത് മസ്ബൂഖാണ്, മറ്റത് മഅ്മൂമാണ്. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ള വിഷയമാണ്. മഅ്മൂമാരാണ് നേരത്തെ തന്നെ വന്ന് തുടർന്ന വ്യക്തിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ സൂറത്ത് അവൻ നിർബന്ധമായി പാരായണം ചെയ്തിരിക്കണം. ഇമാമിന് ഫാത്തിഹ വഹിക്കൂല. ഇമാം ഫാത്തിഹ ഓതുന്നുണ്ട്, അതോടൊപ്പം ഇവനും ഫാത്തിഹ സൂറത്ത് ഓതണം. ഇത് തറാവീഹ് നമസ്കരിക്കുന്ന സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് വേഗം തന്നെ ഇമാം റുക്കൂഇലേക്ക് എത്തുമ്പോൾ ഓടി വന്ന് കൈകെട്ടാൻ വേണ്ടി തന്നെ മാറി നിൽക്കാണ്. നേരത്തെ കൈകെട്ടിയതാകുന്ന പല സഹോദരങ്ങളും ഫാത്തിഹ സൂറത്ത് ഓതാതെ പോകുന്നുണ്ട്. പലരും അശ്രദ്ധ വെക്കുന്നവരാണ്. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ നമസ്കാരം ശരിയാവൂല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പൊ 5 വഖത്ത് നമസ്കാരങ്ങളിൽ 17 റക്അത്തിലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യമാണ്. ഹിദായത്ത് എന്ന വാക്ക്, ആ ഒരു കലിമ തന്നെ പരിചയപ്പെടുന്നത് ഒരു അടിമ എവിടെ നിന്നാണ്? ഫാത്തിഹ സൂറത്തിലെ 6ാമത്തെ ആയത്തിൽ നിന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഹിദായത്ത് എന്ന വാക്ക് ഒരു അടിമ, ഒരു മുഅ്മിനായ മനുഷ്യൻ പരിചയപ്പെടുന്നത് തന്നെ ഫാത്തിഹ സൂറത്തിലെ 6ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലൂടെയാണ്. ആ ആയത്ത് ഹിദായത്ത് ചോദിക്കുന്ന ആയത്തുമാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഹിദായത്തിന് ചോദിക്കുന്ന ആയത്താണ്. ബാക്കിയൊക്കെ അതിന് മുമ്പുള്ള 5 ആയത്തും അല്ലാഹുവിനെ സ്തുതിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബിനെ പുകഴ്ത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. 5 ആയത്തും റബ്ബിനെ പുകഴ്ത്ത്. ആകെയുള്ള ചോദ്യം അതാണ്. ഏത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്, നേരായ സൽപാതാവിലേക്ക് ഞങ്ങളെ നീ തിരിക്കണേ അല്ലാഹ്. ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതാണ് ആകാരത്തിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്തിന് ഒരു പേര് കൂടിയുണ്ട്. ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് 18 പേരുകൾ അൻവാർ തൻസീൽ അസ്റാർ തഅ്വീൽ എന്ന മഹത്തായ അവിടുത്തെ തഫ്സീറിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ട് അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു സൂറത്തു തഅലീമിൽ മസ്അല. സൂറത്തു തഅലീമിൽ മസ്അല ചോദിക്കുന്നതിനെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ചോദ്യം പഠിപ്പിക്കുന്ന ഗ്രന്ഥം. എന്താണ് ചോദിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്ന ഗ്രന്ഥം. ചോദിക്കേണ്ടത് എന്താണ്? ഹിദായത്ത്. ആകെ കൂടി അതിനകത്തുള്ള ചോദ്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഹിദായത്ത് ഇതിങ്ങനെ 17 പ്രാവശ്യം ഡെയിലി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇത് എപ്പോഴാണ് ഊരിപ്പോവുക എന്ന് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വന്ന വ്യക്തിയാണ്. ആദ്യം അമുസ്ലിമായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്രയിച്ച ചരിത്രമാണ് നമുക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുന്നത് മഹാനുഭാവൻ ഈമാൻ പിന്നീട് ഊരപ്പെടാതെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ആ ഈമാനിനെ അദ്ദേഹം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അവസാനം ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അദ്ദേഹത്തിന് അടങ്ങാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു എന്നുള്ളതാണ്. ചിന്തിക്കണം. അമുസ്ലിമായിരുന്ന ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടങ്ങാനുള്ള തൗഫീഖ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മൾ ജനിച്ചത് വാപ്പ മുസ്ലിം ഉമ്മ മുസ്ലിം, നമ്മൾ മുസ്ലിമായി ജനിച്ചു. പക്ഷേ ഇന്നും ആ ഹബീബിന്റെ ചാരത്ത് പോയി സലാം പോലെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിട്ടില്ല. എത്രയോ ആളുകൾ നമുക്കറിയുന്നുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ പുണ്യ സദസ്സിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റബീഉൽ അവ്വലിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു സാധിപ്പിക്കുമാറാവും. പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ ഈ സമയത്ത് യാത്ര പോയവരുടെ അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ദുആകളിൽ അല്ലാഹു നമ്മളെ പങ്കാളികളാക്കുമാറാവും. അവർ ചുരുക്കത്തിൽ ഈമാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കാതലായ വശം. ഏറ്റവും കാതലായ വശം മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഈമാൻ നിർവഹിയാകണം. അതുകൊണ്ടാണല്ലോ ബക്കറ്റിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോഴും നമ്മുടെ നിയ്യത്ത് എന്താ? എന്റെ ആഖിറത്ത് നന്നാകണമെന്നാണ് നിയ്യത്ത്. എന്റെ അന്ത്യം വിജയത്തിലെത്തിക്കണം, എന്റെ ആഖിറത്ത് നന്നാകണം. എപ്പോഴും പഴയ കാലഘട്ടത്തിൽ ഉമ്മമാരും ഉപ്പമാരും ദ്വാരക്കുമ്പോ അവരാകെ പറയുന്നത് ആഖിറത്ത് നന്നാവുക അതൊരു വലിയ സംഭവമാണ്. അതൊരു നിസ്സാര സംഭവമായി നമ്മൾ കാണാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ കൂടി കൊല്ലാൻ തീരുമാനിച്ച് വാപ്പയാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു, കച്ചവടത്തിന് കൊണ്ടുപോകുന്നു. സൂറത്ത് യൂസുഫിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ ഓതണം, ഖുർആൻ നമ്മൾ പഠിക്കണം, ഖുർആനുമായി നമ്മൾ ബന്ധമുള്ളവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് യൂസുഫ്, മറ്റൊരു സൂറത്തിന്റെ പേര് സൂറത്തു ഇബ്രാഹിം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പേര് വെച്ച് സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നു? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത തന്നെ മൂജസ് എന്നാണ് ഖുർആനിന്റെ തരീഫ് ഇമാം തൈബീൻ സുബക്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തിയത്. മൂജസായ കലാമാണ് ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കേയുള്ളൂ, വിശാലമാകുന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന കലാമാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിൽ എന്തിനാണ് മുൻകഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാരുടെ ചരിതങ്ങൾ അല്ലാഹു പറയുന്നത്? അത് അത്രമേൽ പ്രധാനമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുതയാണ്. കുടുംബവുമായി ജീവിക്കുന്നവൻ തന്റെ സഹോദരങ്ങളുടെ ചതി തിരിച്ചറിയാൻ, സ്വന്തം സഹോദരങ്ങളുടെ കൂടോത്രങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ അസൂയയും വിദ്വേഷവും തിരിച്ചറിയാൻ പരിശുദ്ധ സൂറത്ത് യൂസുഫ് ഉപകാരപ്പെടും. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ വിളിച്ചു കൊണ്ടുവന്നു കൊല്ലാനാണ് തീരുമാനം. മൂത്ത സഹോദരനാകുന്ന യഹൂദ പറഞ്ഞു, യഹൂദ എന്നാണ് യാക്കൂബ് നബിയുടെ മൂത്ത മകന്റെ പേര്. ആ യഹൂദയിലേക്ക് ചേർത്താണ് പിന്നീട് യഹൂദികൾ കടന്നു വന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ യഹൂദ പറഞ്ഞു, നമുക്ക് ഇവരെ കൊന്നുകളയണ്ട, നമുക്ക് ഇവരെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാം. അദ്ദേഹം അല്പം അലിവ് മനസ്സിൽ വന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം മറ്റുള്ള സഹോദരങ്ങൾ മാനിച്ചു. നേരെ കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തള്ളുകയാണ്. സംഭവമാണ്. പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സ് അന്ന് 12 ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി. 12, 17 ഇങ്ങനെ രണ്ട് അഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. 12 ആണ് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ 12 എന്ന് പറയാൻ കാരണം? അദ്ദേഹം പറയുന്നു, അന്ന് സഹോദരങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയത് തോളിലേറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. തോളിലേറ്റണമെങ്കിൽ പ്രായം ചെറുതായിരിക്കണമല്ലോ. അതുകൊണ്ട് 12 എന്നുള്ളതാകുന്ന വയസ്സിനെ അദ്ദേഹം നിജപ്പെടുത്തി. അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്തുകയാണ്. അങ്ങനെ 12ാമത്തെ വയസ്സിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു പൊട്ടക്കിണറ്റിന്റെ വക്കിൽ വെച്ചു താഴേക്ക് കൊണ്ടിടാൻ പോവുക. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു ദുആ കൊണ്ട് ചെയ്യുക, യാ ത്വാലിബ കുല്ലിൽ മത്ലൂബി യാ നജ്ജിനി എല്ലാ ദ്വാകളുടെയും എല്ലാ തേട്ടങ്ങളുടെയും ഉടമസ്ഥനാകുന്ന പടച്ചറബേ, എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്, എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്.
ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഞാൻ ഈ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അർശിന്റെ അടുക്കലാണ്, അല്ലാഹുവിന്റെ തിരുസൗന്ദര്യത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു അത്രേ, ഫഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു അത്രേ, അതിക അബ്ദി യാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ പിടിക്കണേ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആവശ്യത്തിന് അടുക്കലുള്ളതാകുന്ന ഞാൻ ഇതാ ചെല്ലുകയാണ്. കുട്ടിയതാ ജ്യേഷ്ഠന്മാര് കൊണ്ടുവന്ന് കിണറ്റിലേക്ക്, പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയാണ്. ആദ്യമായി കുട്ടിയല്ല പൊട്ടക്കിണറ്റിന് താഴത്തേക്ക് എത്തിയത്, ആദ്യമായി അർശിന്റെ അടുക്കൽ നിന്ന് പൊട്ടക്കിണറ്റിന്റെ അടിഭാഗത്തേക്ക് എത്തി കുട്ടിയെ താങ്ങിയെടുത്തത് ഞാനാണ് എന്ന് ആരായ ജിബ്രീൽ ആള് നിസ്സാരക്കാരനല്ല. സെക്കൻഡിനുള്ളിൽ കുട്ടിയുടെ പൊട്ടക്കണത്തിൽ താഴെ തൊടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം, കുട്ടി താഴെ എത്തുമ്പോഴത്തേക്ക് അർശിനടുക്കലുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് താങ്ങിയിടാം. സെക്കൻഡിനുള്ളിൽ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചോദിക്കാൻ പഠിക്കരുത്, അബിയോട് നമ്മൾ ചോദിക്കണം. أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, എന്നോട് എന്റെ അടിമ ചോദിക്കുന്ന, എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ അടുത്ത് തന്നെയുണ്ട്. ഒരാൾ ചോദിച്ചാൽ ദുആ ചെയ്താൽ അപ്പോൾ തന്നെ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് അല്ലാഹു അസ്സ വജൽ. വളരെ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ താങ്ങി അങ്ങോട്ടെടുത്തു. ആ കുട്ടി പിന്നീട് എവിടെയാ എത്തിച്ചേർന്നത്? ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുന്നു. നമുക്ക് നമ്മുടെ കാതലായ ഭാഗത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് എത്തിച്ചേർന്നത് ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്കാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം കടത്തിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു, പിന്നീട് കൊട്ടാരത്തിലെത്തി. അവിടെ നിന്ന് അദ്ദേഹത്തെ സുലൈഖ ബീവി കടന്നു പിടിക്കാൻ വന്നു. അവസാനം അദ്ദേഹത്തെ അകാരണമായി ജയിലടയ്ക്കപ്പെട്ടു. പിന്നീട് ജയിലിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന 2 ആളുകളെ അവരുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്വപ്ന വ്യാഖ്യാനം നല്ലതുപോലെ അറിയുന്ന വ്യക്തിയാണ് യൂസുഫ് എന്ന് മനസ്സിലാക്കിയവർ അവസാനം രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്ന ആള് ജയിലിൽ കിടക്കുന്ന യൂസുഫ് പറഞ്ഞു തരുമെന്ന് രാജാവിന്റെ ഭൃത്യൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കാലഘട്ടത്തിൽ ജയിലിൽ വസിച്ചതായിരുന്ന സഹോദരൻ പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് വിളിച്ചു, സ്വപ്നം പറഞ്ഞു കൊടുത്തു. ആ സ്വപ്നത്തിൻ്റെതാകുന്ന വ്യാഖ്യാനവും യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അതൊക്കെ വലിയ ചരിത്രമാണ്. നമുക്ക് യൂസുഫ് നബിയുടെ കേസ് അല്ലല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. ചെറുതായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് വരാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളൊന്നും പലപ്പോൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. നേരെ കൊണ്ടുവന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു എത്തിച്ച് ഇവിടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവ് പേടിക്കുകയാണ്. കാരണം 7 വർഷത്തോളം നിങ്ങൾക്ക് വലിയതാകുന്ന ആദ്യ കാലഘട്ടത്തിൽ നല്ല ക്ഷേമവും പിന്നീട് നിങ്ങൾക്ക് ക്ഷാമവും വരാൻ പോവാൻ, ദുരിതവും പ്രയാസവും 7 വർഷക്കാലം തുടർച്ചയായി വരാൻ പോവാൻ. അതുകൊണ്ട് ഈ 7 വർഷക്കാലം ക്ഷേമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ധാന്യമണികളെ ശേഖരിച്ചു വെച്ച് പിന്നീടുള്ള 7 കൊല്ലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു വെച്ച് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ടതാകുന്ന രാജാവ് പകച്ചു നിൽക്കെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഈ ഭൂമിയുടെ രാജാധികാരം അഥവാ ധനകാര്യ വകുപ്പിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ റെഡിയാക്കി. യൂസുഫ് അലൈഹിസ്സലാം വലിയ ചരിത്രമാണ് കേട്ടോ, അതൊക്കെ പഠിക്കേണ്ടതാണ്. സമയമില്ലാത്ത നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംബന്ധിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ധനകാര്യ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു.
അദ്ദേഹം ആ നാട് നല്ല രീതിയിൽ കൊണ്ടു നടന്നു. അവസാനം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളാകുന്ന യഹൂദ അടക്കമുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തു. റേഷൻ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു കുടുംബമായി ജീവിക്കുന്നവർ ഇത് പഠിക്കണം. ഖുർആന്റെ തഫ്സീർ പഠിക്കണം. ഖുർആന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കല്ലേ ഖുർആൻ നൽകിയത്, എന്തിനാ നമ്മൾ പഠിച്ചു നിൽക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈജിപ്തിൻ്റെതാകുന്ന ധനകാര്യ വകുപ്പിന്റെ ചുമതല കിട്ടി. എന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അതേ സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം പറയുന്നു. ഈ അധികാരവും ഈ പരമോന്നത പദവിയും എനിക്ക് നീ നിലനിർത്തണേ എന്ന് അല്ല അദ്ദേഹം ദുആ ചെയ്തു. നീ എനിക്ക് സുന്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, ഇത് നിലനിർത്തണേ എന്നുമല്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. പിന്നെന്താ? ആ ദുആ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹിദായത്ത് ഊരാൻ പാടില്ല, ഊരിപ്പോകാതെ സൂക്ഷിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ توفني مسلما وألحقني بالصالحين. ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്ക് ഒരു കാലഘട്ടത്തിൽ പൊട്ടക്കിടക്കിലേക്ക് തള്ളിയിടപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കൊണ്ടെത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ദുആ പ്രസ്താവമാണ്. ദുആ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്. അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എന്നെ നീ എത്തിച്ചു അല്ലാഹ്. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. നീ എനിക്ക് സുന്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തരുകയും ചെയ്തു അല്ലാഹ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിക്കുന്നതാകുന്ന പടച്ചറപ്പേ, അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സഹായി അല്ലാഹ്, നീയാണ് എന്റെ രക്ഷകൻ അല്ലാഹ്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മുഅ്മിനായി ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കണേ അല്ലാഹ്. എന്നെ വഫാത്താക്കുമ്പോ, എന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയിക്കുമ്പോ ഈമാൻ ഉണ്ടാകണേ അല്ലാഹ്. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. നല്ല ദുആ. എനിക്ക് അധികാരവും എനിക്ക് സുന്നത്തിന്റെ വ്യാഖ്യാനവും നിലനിർത്തണമെന്നല്ല എനിക്ക് നിന്നോട് ദ്വാരക്കേണ്ടത്. തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തീർന്നില്ല, എന്നെ സാലിഹീങ്ങളോടൊപ്പം സജ്ജനരോടൊപ്പം മുൻകഴിഞ്ഞ മുർസലീങ്ങളോടൊപ്പം മശായിഖന്മാരോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നാളെ ആഖിറത്തിൽ എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹ്. ഇതല്ലേ നമ്മൾ 5 നേരം ദ്വാരക്കുന്നത്. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. സാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. തന്നെയാണ് ഒരു അടിമ ദ്വാരക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഇബ്രാഹിം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തത് തന്നെയാണ്. ഖുർആനിൽ പരിശോധിച്ചു നോക്കിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. കഅബ പണിയാൻ പറഞ്ഞു. മകനെയും കൂട്ടി കഅബ പണിതതിനു ശേഷം റബ്ബിനോട് പറയാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ,
പടച്ചറബേ ഞങ്ങൾ നിന്ന് നീ സ്വീകരിക്കണേ കഅബ പണിയാൻ അള്ളാഹു കൽപ്പിച്ചതാണ്, ഉടമ്പടി കൊടുത്തതാണ്. ആ കരാറ് പൂർത്തീകരിച്ചിട്ട് പറയാം അള്ളാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ. നമ്മള് നിസ്കാരം കഴിഞ്ഞ കഴിയുമ്പോഴേ എഴുതി പറയൂല, രാമൻ പിടിക്കൂല, നട്ട വിട്ടുകൊണ്ടിരിക്കുക മക്കള്. ശൈത്താന്റെ ജോലിയാണ്. അള്ളാഹു ആക്കട്ടെ. ഇത് പ്രായമുള്ളവർക്ക് നിസ്കാരം കഴിഞ്ഞ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി. അതുപോലും പറ്റൂല. അപ്പോഴേ എഴുന്നേറ്റ് ചെറുപ്പക്കാർ ഉൾപ്പെടെ നേരെ പോയി പള്ളിയുടെ ഏതെങ്കിലും മതിലും വെച്ചായിരുന്നു. അത്ര ബുദ്ധിമുട്ട്, അവരൊരു പ്രയാസമായി തിരിക്കാൻ. 5 മൊത്തം എല്ലാം കൂടി ദുആ ഉൾപ്പെടെ 15 മിനിറ്റാണ് ആകെ ഉള്ളത്. ഇമാം ജമാഅത്തിന്റെയും നമസ്കാരത്തിന്റെ ആകെ 15 മിനിറ്റാണ് ഉള്ളത്. അതുപോലും നേരെ ആ തഹിയ്യാത്തിന് റാഹത്തായിട്ട് ഇരിക്കാൻ കഴിയില്ല. മഗ്രിബ് കഴിഞ്ഞ സുബഹിക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ എന്നുള്ളത് 7 പ്രാവശ്യവും ഖിബ്ലയ്ക്ക് അഭിമുഖമായി കൊണ്ട് അനങ്ങാതെ ചെല്ലണമെന്നാണ്. അനങ്ങാതെ അലക്കമടക്കുക, അങ്ങനെ ഇരിക്കണം. അലക്കമടക്കി ഇത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എവിടെ നോക്കി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ഒന്നും പറയുമ്പോഴേ ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ പോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരിച്ച് തിരിച്ചു വരണം. നമ്മൾ പഴമയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആക്ക് അള്ളാഹ് നീ ഇത് സ്വീകരിക്കണേ ഇരുന്നില്ല. എന്നിട്ട് ദുആ ചെയ്ത രണ്ടാമത്തെ ഒരു ദുആ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഖുർആനാണ് നീ ഓതുന്നത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ وتب علينا അല്ലാഹുവേ പടച്ചറബേ ഞങ്ങൾ രണ്ടുപേരെയും അഥവാ എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും നീ മുസ്ലിം ആക്കണേ അല്ലാഹ് വമിയുരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ മുസ്ലിമീങ്ങളാകുന്ന സന്താന പരമ്പരകളെ എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാൻ നടപടിയാക്കണേ. അതാണ് ഇതൊക്കെ എല്ലാവരും ചെയ്തിരുന്നവരാണ്. അതന്നെയാണ് നമ്മൾ ചെയ്തത്. ബക്കറ്റിന് പൈസ കൊടുക്കുമ്പോൾ ഉസ്താദിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ആത്മഹത്യ നന്നാവുന്നത്. പക്ഷെ ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തി. ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോ ആര് കൈക്ക് പിടിച്ചാൽ പറയും ഉസ്താദിന്റെ കച്ചവടം കൊണ്ട് പോരാ. ബിസിനസ് വളരെ ബുദ്ധിമുട്ടാണ്. GST വന്നുകൂടി ആ കുടികളൊക്കെ മൊത്തത്തിൽ പ്രശ്നം. ഇതാണ് നമ്മളിന്ന് പറയുന്നത്. നോട്ട് നിരവധി വന്നതിന് ശേഷം ഉസ്താദ് രക്ഷയിലെ കടയിലേക്ക് ആൾ വരുന്നില്ല. മൊത്തത്തിൽ നമ്മുടെ ആത്മഹത്യ നന്നാക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയി. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് സലാമത്താവുക, ഖൈറിനാവുക, അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ ദുആ നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് ദുആ പഠിപ്പിച്ചു. ഒന്ന് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. എപ്പോഴും ദുആ. തഹജ്ജുദ് നമസ്കരിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ഈ ദുആ എപ്പോഴും കൊണ്ടുവരണം. മറ്റൊരു ദുആ തവഫനാ മുസ്ലിമീൻ വഅൽഹഖനാ ബിസ്സാലിഹീൻ. മറ്റൊരു ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين. അത് ദുആ. ഈ ദുആ നമ്മൾ മറക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് നിസ്കാരം കഴിഞ്ഞ ശേഷം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചിട്ട് ഈ ദുആ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ ലോകത്ത് മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി നമുക്ക് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക്, ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ നമ്മളെ ഇടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആദ്യമായിട്ട് ഖബറിൽ ഉണ്ടാകുന്ന സംഗതി ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചാൽ ഖബറിൽ ഉണ്ടാകുന്ന സംഭവം ആദ്യം അതാണ്. ഖബറിന്റെ 2 പാർശ്വങ്ങൾ വന്ന് അവനെ ഇടുക്കി കളയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി.
തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബീവിയെ ഖബറിലെത്തിയിട്ട് ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ വാർക്കുകയാണ്, നബിതങ്ങൾ കരയുന്ന സന്ദർഭത്തിൽ സഹാബത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, തങ്ങൾ എന്തിനാണ് കരയുന്നത് നബി? തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? കരച്ചിൽ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചുള്ള കരച്ചിലല്ല. ഇന്നിപ്പോ കരച്ചിലൊക്കെ ഒരു സിനിമാ മോഡലും അല്ലെങ്കിൽ സ്വന്തം കുടുംബാദികളെ കാണിക്കാൻ വേണ്ടിയും മറ്റുള്ള ഇതര സമുദായത്തിലെ സഹോദരങ്ങളുടെ കരച്ചിലൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ മരിക്കുന്ന വീട്ടില് മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് സ്വന്തം ബാപ്പ മരിച്ചിടക്കാണ് പെങ്ങള് മക്കള് മൂത്ത മോളിരുന്ന് കരച്ചിൽ കുറച്ചു നേരം കഴിയുമ്പോൾ നിർത്തി. അത് കഴിഞ്ഞ് ആങ്ങളമാരാരെങ്കിലും ഗൾഫിലോട് വന്നു കഴിയുമ്പോൾ ഉണ്ട് അവരെ കാണിക്കാൻ ഒരു കരച്ചിൽ. വെറുതെ പറയുന്നത് ഇതൊക്കെ ഒരു സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും കയറി വന്നതാണോ എന്നൊരു സംശയം. കാരണം അവരെ കാണിക്കാൻ വേണ്ടി ഒരൊറ്റ കരച്ചിൽ, പിന്നെ രണ്ടാമത്തെ സീൻ അവിടെ വീണ്ടും ശ്രദ്ധിക്കുക. വീണ്ടും അത് കഴിഞ്ഞ് അടുത്തൊരു കുടുംബാദി വരുന്നു, അവരിങ്ങനെ ഇവരെ നോക്കുമല്ലോ. നോക്കുന്ന സന്ദർഭത്തിൽ ഇവക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു കരച്ചിലില്ലല്ലോ, ഒന്ന് കരുതുമെങ്കിലും ഒന്ന് കരുതിയിട്ട് വീണ്ടും ഒന്ന് കരുതാം. അങ്ങനെ ആ ഒരു ചിന്ത വെച്ചിട്ടാ കരയുന്നത്. അങ്ങനെ നമ്മൾ കരഞ്ഞ് കാണിക്കട്ടെ, അതൊക്കെ തെറ്റാണ്. വളരെ ശ്രദ്ധിക്കണം. കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. തങ്ങളുടെ മക്കളൊക്കെ മരിച്ചപ്പോൾ നബിതങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഹാബത്തിൽ ചിലർ മരിച്ചപ്പോൾ പോലും നബിതങ്ങൾ കണ്ണീർ വാർത്തിട്ടുണ്ട്. കണ്ണീർ വാർക്കുകയാണ് കരച്ചിൽ എന്ന് പറഞ്ഞത്. അല്ലാതെ ഏങ്ങി അടിച്ചിട്ട് നെഞ്ചിട്ടടിച്ചോ പൊട്ടിക്കരയോ അതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ, ലൈസ മിന്നാ മൻ ശഖൽ ജുദൂദ വൽ ഖുദൂദ്. ശരീരത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും കവൾ തടത്തിൽ കൈകൊണ്ടടിക്കുകയും ചെയ്യുന്നതാകുന്ന ആളുകൾ എന്നിൽപ്പെട്ടവരല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. അറിയാത്തത് കൊണ്ടായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ നിൽക്കെ സൈനബ ബീവിയെ ഖബറടക്കിയിട്ട് ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് കരയുമ്പോൾ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മായുബികീക യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് കരയുന്നത് നബിയേ? എന്തിനാണ് കരയുന്നത് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ലഖദ് സമിഅതു റഗതൻ മിനൽ ഖബർ സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബയെ ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ എന്നെ കർണപുടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ മകളെ ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി. ഖബറിലെ ഇടുക്കം ചെറുതല്ല. വളരെ ശ്രദ്ധിക്കുക. സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അലി ഖാസിമുൽ ഹഖലാ യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളെ, നബിയേ അവിടുത്തെ മൂത്തമകനാകുന്ന ഖാസിം നേരത്തെ മരണപ്പെട്ടില്ലയോ? ആ മകനെയും ഖബറെടുക്കുകയോ? ആ മകനെ ഖബറെടുക്കുന്ന ശബ്ദം തങ്ങളെ കേട്ടോ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നഅം യാ സാബാ, നഅം യാ സാബാ വലൽ ഇബ്രാഹിം الذي أصغر منه.
എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബയെ മാത്രമല്ല, മൂത്ത മകനാകുന്ന കാസിമിനെ മാത്രമല്ല, ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ ഇബ്രാഹിം എന്ന മകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സാബ. ലഖദ് സമിഅതു റഗതൻ മിനൽ ഖബർ. ഖബർ എടുക്കുന്ന ശബ്ദം, ഖബർ നിരക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ് ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഖബറിലേക്ക് കൊണ്ടുപോയി ആര് വെച്ചാലും ഖബറെടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ട് സഹാബത്ത് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, സഹാബത്ത് കരയുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മക്കളെ ഖബറെടുക്കിയോ. ഇത് കേട്ടുകൊണ്ട് സഹാബത്ത് ലഭിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലവഖതതാ ലൗ നജാ അഹദും മിൻ ലവഖതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളുടെ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് മക്കളെ ഖബറടക്കിയത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ നിങ്ങൾക്കറിയണോ, നിങ്ങൾക്കിതാ വസ്തുത പറഞ്ഞു തരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സമഹാരകർത്താവായ പടച്ചറപ്പില്ലയോ അല്ലാഹു ഇല്ലയോ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലിൽ ഖബരി ലവഖതതാ. നിശ്ചയം ഖബറിനൊരിടുക്കമുണ്ടേ, ഖബറിനൊരു ഞെരുക്കമുണ്ടേ. ഏത് മനുഷ്യനെ കൊണ്ടുപോയും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ആലിമാകട്ടെ, സയ്യിദാകട്ടെ, സാധാരണക്കാരനാകട്ടെ, നീളമുള്ളവനാകട്ടെ, പൊക്കം കുറുകിയവനാകട്ടെ, വണ്ണമുള്ളവനാകട്ടെ, മെലിഞ്ഞോട്ടിയവനാകട്ടെ, ഏത് മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാലും 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങളെ പിന്തിരിഞ്ഞു പോകുമ്പോ ഖബറവനെ എടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലൗ നജാ അഹദും മിൻ ലവഖതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നിരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന്, അതിന്റെ വിഷമത്തിൽ നിന്ന്, അതിന്റെ ദുഃഖത്തിൽ നിന്ന്, അതിന്റെ വിരഹത്തിൽ നിന്ന്, ആ ഖബറിന്റെ നിരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്. എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ സഅദ് ബിൻ മുആദ് പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാണ് നിങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? റളിയല്ലാഹു അൻഹു കൂടി ഇങ്ങനെ പറയും. മറ്റേ ഷറാഫാടെ വേദികൾക്കാണ് അരികാണ്ട് കിട്ടുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് നബി തങ്ങൾ പറഞ്ഞത്? അദ്ദേഹം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലി തങ്ങളുണ്ട്, എത്രയോ അശ്റഫുൽ മുബശ്ശറീൻ മറ്റു സഹാബത്തൊക്കെ ഉണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? അപ്പോൾ മനസ്സിലാക്കാം അദ്ദേഹം ആരല്ല, ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഇടത്തിൽ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഒരു രക്ഷപ്പെട്ടതിനെ ഹബീബ് റസൂലുള്ളാഹി. ആരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഇടയിൽ ഇൽമിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അത്രേ, ഓ മോനെ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് വരുന്നുണ്ടേ, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. ഹബീബ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് പോകുമ്പോൾ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ത്വാലൽ ബദറു അലൈനാ മിൻ ഫരിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ ആദഅ ലില്ലാഹി ദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചനാകുന്ന സഹാബത്തില്ലയോ, മദീന നിവാസികളാകുന്ന അൻസാരികളില്ലയോ, സഹാബത്തില്ലയോ, ആ സഹാബത്തിന്റെ ലീഡർഷിപ്പ് ആയിരുന്നു സഅദ് ഇബ്നു മുആദ്. അവരുടെ ലീഡറാണ് അൻസാരികളുടെ മദീന നിവാസികളുടെ ലീഡർ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ്. രണ്ട് കൂട്ടരാണല്ലോ സഹാബത്ത്, ഒന്ന് മുഹാജിറുകൾ, മറ്റൊന്ന് അൻസാരികൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവരെ മുഹാജിറുകൾ, അവിടെ അവർക്ക് സഹായം ചെയ്തു കൊടുത്ത മദീന നിവാസികളാകുന്ന സഹാബത്ത് ആ അൻസാരികളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ്. അതുകൊണ്ട് തന്നെ വിരകൾ പറയാണ്, നിങ്ങളുടെ നേതാവ് വരുന്നത് എഴുന്നേൽക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറയുന്നു, ഓർക്കണം, പ്രവാചകൻ ഒരു അരുമ ശിഷ്യനാണ്, പക്ഷെ അദ്ദേഹം മറ്റുള്ളവർക്ക് നേതാവ് കൂടിയാണ്, ആ നാട്ടിലെ പ്രമാണികൾ. അതുകൊണ്ട് പറഞ്ഞ് എഴുന്നേൽക്ക്, അദ്ദേഹം എഴുന്നേറ്റ് പറയണമെങ്കിൽ ആൾ നിസ്സാരക്കാരനല്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. സഹാബത്തോട് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അത്രേ, വഫിയ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്. നബിയേ നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി അവിടുന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ അൻസാരികളുടെ നേതൃത്വമില്ലയോ, സഅദ് ഇബ്നു മുആദ് വഫാത്തായി പോയി നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തോടൊപ്പം ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ കട്ടിലിനടുത്ത് വെച്ച് ആ മയ്യത്ത് കട്ടിൽ സഹാബത്ത് ചുമന്നുകൊണ്ട് വരുമ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് നിലത്ത് കുത്തുന്നില്ല, വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. പാദം കാല് നിലത്തൂന്നാതെ വിരൽ മാത്രം കുത്തി നടക്കുന്നത് എന്തിനാണ് നബിയെ? മാലക യാ റസൂലല്ലാഹ്, മാലക യാ ഹബീബല്ലാഹ്.